ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ കഥ കേട്ടാലോ? കേൾക്കാൻ മറക്കല്ലേ. കളങ്കസ്പർശമേൽക്കാതെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച ശമൂനി അമ്മയുടെയും 7 മക്കളുടെയും കഥ നമ്മൾക്കൊന്ന് കേട്ടാലോ? സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നവൾ ഒറ്റ ദിവസം തൻ്റെ 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി മക്കൾക്ക് ധൈര്യം പകർന്ന ഒരു അമ്മയുടെ കഥ. BC 175 അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ് അധികാരത്തിൽ വന്നതോടെ പീഡനങ്ങൾ ആരംഭിച്ചു. യവന സംസ്കാരത്തിൻ്റെ മേന്മയിൽ അഹങ്കരിച്ച രാജാവ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ മഹാപുരോഹിതന്മാരായി നിയമിച്ചു. അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ് യെരുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് യഹോവയുടെ ഇരിപ്പിടത്തെ അശുദ്ധമാക്കുകയും നിക്ഷിപ്ത മൃഗമായി യഹൂദർ വിശ്വസിച്ച പന്നിയെ യെരുസലേം ദേവാലയത്തിൻ്റെ മുഖ്യ ബലിപീഠത്തിൽ ബലി കഴിച്ചു. അതേ തുടർന്ന് വലിയ പീഡനങ്ങൾ ആരംഭിച്ചു. എതിർത്തവർക്കെല്ലാം മരണമായിരുന്നു ശിക്ഷ. ഈ സമയത്താണ് ശമൂനിയും തൻ്റെ 7 മക്കളും അവരുടെ ഗുരുവായ ഏലിയാസറും വീരമരണം പ്രാപിച്ചത്. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അശുദ്ധ ഭക്ഷണമായ പന്നിമാംസം കഴിക്കാനാവില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ് അവരെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ശമൂനിയുടെയും 7 പുത്രന്മാരുടെയും ഒന്നാമനെ അവർ നാവും കൈകാലുകളും ഛേദിക്കുകയും ശിരസിലെ ചർമ്മമുരിഞ്ഞ് ജീവനോടെ വറചട്ടിയിലിട്ട് ചുട്ടുകൊല്ലുകയും ചെയ്തു. ഇത് കണ്ട് മറ്റ് സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നു. രണ്ടാമനെയും അവർ അവരുടെ ക്രൂര വിനോദത്തിന് മുൻപോട്ട് കൊണ്ടുവന്നു. അവനോടും അങ്ങനെ തന്നെ ചെയ്തു. മൂന്നാമൻ അവർ ആവശ്യപ്പെട്ട ഉടനെ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊണ്ട് അഭിമാനപൂർവ്വം പറഞ്ഞു, ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി ഞാൻ അവ തുച്ഛമായി കരുതുന്നു. അങ്ങനെ അവനെയും അവർ വറചട്ടിയിലിട്ട് ചുട്ടുകൊന്നു. നാലാമത്തവനെയും ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു. മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. അഞ്ചാമനെയും പിടിച്ച് മർദ്ദനം ആരംഭിച്ചപ്പോൾ അവൻ രാജാവിനെ നോക്കി പറഞ്ഞു, മർദ്ദിനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു. എന്നാൽ ദൈവം തങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത്. ആറാമനോടും അതേ ക്രൂരത ചെയ്തു. മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട. ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഏറ്റവും ഇളയ സഹോദരനായ ഏഴാമനോട് പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാമെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്നും തൻ്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങൾ അധികാരമേൽപ്പിക്കാമെന്നും അന്ത്യോക്കസ് ശപഥം ചെയ്തു. യുവാവ് വിസമ്മതിച്ചു. അവൻ്റെ അമ്മയായ ശമൂനിയെ അടുക്കൽ വിളിച്ച് തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനോട് ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു. നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റു. എന്നാൽ പുത്രൻ്റെ മേൽ ചാഞ്ഞ് അവൾ ആ ക്രൂരനായ സ്വച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ, എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 കൊല്ലം മുലയൂട്ടി. നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി. മകനെ, ഞാൻ നിന്നോട് യാചിക്കുന്നു. സഹോദരന്മാർക്ക് യോജിച്ചവനാണെന്ന് നീ എന്ന് തെളിയിക്കുക. മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്നെ സഹോദരന്മാരോടൊത്ത് എനിക്ക് വീണ്ടും ലഭിക്കുമാറാകട്ടെ. രാജകൽപ്പന അനുസരിക്കാതെ മോശ വഴി തങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ ഏഴാമനെ കോപം പൂണ്ട രാജാവ്
മറ്റുള്ളവരെക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു. അവൻ തൻ്റെ പ്രത്യാശ മുഴുവനും ദൈവത്തിൽ അർപ്പിച്ച് മാലിന്യമേൽക്കാതെ മരിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങളെ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭമൊരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. പുത്രന്മാർക്ക് ശേഷം ആ അമ്മയും ക്രൂരമായ പീഡനങ്ങളേറ്റ് മരിച്ചു. കളങ്കസ്പർശമേൽക്കാതെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച ശമൂനിയുടെയും 7 മക്കളുടെയും പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പള്ളിയും തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് കോട്ടയം പേരൂർ മർത്തശമനി പള്ളി. ഇന്നും ആ പള്ളിയുടെ പരിസരവാസികൾ പന്നിമാംസം വീട്ടിൽ പാകം ചെയ്യുകയോ കൊണ്ടുവന്ന് കഴിക്കുകയോ ചെയ്യാറില്ല. കാരണം വിചാരിച്ചാൽ തന്നെ അതാർക്കും നടക്കാറുമില്ല. ആ ചിട്ട എന്നും അവിടുത്തുകാർ പാലിച്ചു പോന്നു. നമുക്കും മർത്തശമനി അമ്മയോടും 7 മക്കളോടും മധ്യസ്ഥം അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം, വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട് ജീവിക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.